ഇന്നത്തെ നമ്മളെ വീഡിയോയിൽ ചെയ്യുന്നത് ഒരു സ്പെഷ്യൽ ഐറ്റമാണ്. സാധാരണ നമ്മൾ ചിക്കൻ പൊരിക്കാനായിട്ട് കായം കൂട്ടി വെക്കുന്നത് പോലെ തന്നെ വെച്ചിട്ട് എപ്പോഴും ഒരേ രീതിയിൽ ചെയ്യുന്നതിനാൽ കുറച്ച് വ്യത്യസ്തമാക്കിയിട്ട് ചെയ്തെടുക്കുക. വീട്ടിലുള്ള നമ്മൾക്ക് കയ്യിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്, പിന്നെ 6 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, 1 ടീസ്പൂണ് പെരിഞ്ജീരകം എടുത്തിട്ടുണ്ട്, പിന്നെ 1/2 ടീസ്പൂണ് കുരുമുളക്, 1.5 ടേബിൾ സ്പൂണ് മുളക് പൊടി, 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ 1/2 ടീസ്പൂണ് ഗരം മസാലപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് സുർക്കയും കൂടെ ഒഴിച്ചിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നമ്മൾ 1/2 കിലോ ചിക്കനിക്കുള്ള അളവാണ് ഈ പറഞ്ഞിട്ടുള്ളത്. 1/2 കിലോ ചിക്കൻ എടുത്ത് കഴുകി വൃത്തിയാക്കി വെച്ചതിന് ശേഷം ഈ കൂട്ട് ചിക്കനിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അരമണിക്കൂറൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമുക്ക് ഇനി പൊരിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്കത് മൂടി വെച്ച് മാറ്റി വെക്കാം. അപ്പോൾ ഇനി അരമണിക്കൂറിന് ശേഷം ഞാനിതൊന്ന് പൊരിച്ചെടുക്കാൻ നിൽക്കുകയാണ്. അപ്പോൾ അതിനായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ നന്നായിട്ട് വെളിച്ചെണ്ണയിൽ പൊരിച്ച് എടുക്കൊന്നും വേണ്ട. ഇതേപോലെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിൽ തന്നെ ഒന്നങ്ങനെ പൊരിച്ചെടുത്താൽ മതി. മീഡിയം ടു ഹൈ ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് അതിൻ്റെ ഇട്ടുടനെ തന്നെ അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റാനായിട്ട് കുറച്ചൊരു ഹൈ ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഇത് ഇങ്ങനെ പൊരിച്ചെടുത്താൽ മതി. അപ്പോൾ ഞാൻ ഇത് ഒരു മീഡിയം സൈസിലുള്ള ഒരു കറിക്കൊക്കെ കട്ട് ചെയ്ത് ഇതിലാണ് വെച്ചിട്ടുള്ളത്. ഇതിൻ്റെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് എല്ലാം ഒരുമിച്ച് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് മറിച്ചിട്ടിട്ട് ഇതൊന്നും അങ്ങനെ നന്നായി മുരിച്ചെടുക്കണ്ട, എന്നാലോ എല്ലാം ഭാഗം വെന്ത് സാധാരണ നമ്മൾ പൊരിച്ചെടുക്കുന്ന ആ ഒരു ഇതിൽ മുരിച്ചെടുക്കാതെ ഇതേ ഒരു ഭാഗത്തിൽ നന്നായിട്ട് വെന്തതിന് ശേഷം എന്നാലും ഇതുപോലെ കളറായതിന് ശേഷം ഇത് കോരിയെടുത്ത് മാറ്റി വെക്കുക. എന്നിട്ട് നമ്മൾ ഈ ഒരു പാത്രത്തിൽ തന്നെയാണ് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തെടുക്കുന്നത്. പൊരിച്ചതിന് ബാക്കിയുള്ള കക്കനൊക്കെ നമ്മൾ അതിലേക്ക് മാറ്റിയിടണം കേട്ടോ. അതൊരു നല്ല ടേസ്റ്റാണ്, കരിഞ്ഞു പോവാതെ ശ്രദ്ധിച്ചെടുത്താൽ മതി. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് കനം കുറച്ച് ചെറുതാക്കി അരിഞ്ഞിട്ടുള്ള ഇഞ്ചി ഇട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ 1 ടേബിൾ സ്പൂണ് വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് മീഡിയം ഫ്ലെയിമിലാണ് ഇത് വെച്ച് കൊടുക്കുന്നത്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വാടി വരുന്ന സമയത്ത് നമ്മൾ ഒരു സവാള കുറച്ച് വലുത് ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. സവാള ഇട്ടതിന് ശേഷം ഒന്നങ്ങനെ വാടി വന്നാൽ മതി. അപ്പോഴത്തേക്കും നമുക്കിതിലേക്ക് കുറച്ച് കോൺഫ്ലോർ കലക്കി വെക്കണം. അപ്പോൾ അതിനായിട്ട് 1 ടേബിൾ സ്പൂണ് കോൺഫ്ലോർ എടുത്തിട്ട് കുറച്ച് വെള്ളത്തിൽ ഞാൻ കലക്കി വെക്കണ്ട കേട്ടോ. ഈ ചിക്കൻ്റെ മുകളിലേക്ക് കുറച്ച് കോട്ട് ചെയ്ത് നിൽക്കാനുള്ളത് മാത്രം മതി കേട്ടോ, കുറച്ച് കൂടുതലായിട്ടൊന്നും വേണ്ട. ഇപ്പോൾ നമ്മൾ ആവശ്യത്തിന് ഇത് പിന്നെ ഒന്ന് കലക്കിയെടുക്കാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത് ചില്ലി ഫ്ലേക്സ് ആണ്. അപ്പോൾ നമുക്ക് എരിവിനനുസരിച്ച് നമുക്ക് സാധാരണ മുളക് പൊടിയാണ് നേരത്തെ കായം കൂട്ടാനായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇടുക. ഇനി നമ്മൾ കളറിന് വേണ്ടി കുറച്ച് കാശ്മീരി മുളക് പൊടി ഇടുന്നുണ്ട്, അത് ലാസ്റ്റിലാണ് ഇടുന്നത്. ഇത് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് എരിവൊക്കെ നോക്കി ആവശ്യത്തിനനുസരിച്ച് അതിനെ ബാലൻസ് ചെയ്യാനായിട്ട് നമ്മൾ ഈ ടൊമാറ്റോ സോസ് 2 ടേബിൾ സ്പൂൺ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇത് കഴിക്കുമ്പോൾ മധുരമൊന്നും അറിയില്ല കേട്ടോ, തീരെ അറിയണില്ല. ഇത് നമ്മൾ നല്ല എരിവിലൊക്കെ ഉണ്ടാക്കിയത് കൊണ്ട് ഇതിൻ്റെ ഈ ടൊമാറ്റോ സോസിൻ്റെ ആ ഒരു ടേസ്റ്റ് മധുരം എടുത്ത് കാണിക്കുന്നില്ല. അപ്പോൾ ഇതും കൂടെ ഇതിലേക്ക് ഇട്ടിട്ട് നമുക്കിതിലേക്ക് ആ കലക്കി വെച്ചിട്ടുള്ള കോൺഫ്ലോർ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അത് മുഴുവനായിട്ട് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഇത് ഇളക്കിയിട്ട് ഒന്നങ്ങനെ കുറുകി വരുമ്പോഴത്തേക്കും നമുക്ക് ഒന്ന് അതിലൊക്കെ അങ്ങനെ കോട്ട് ചെയ്ത് കിട്ടാനുള്ള ആ ഒരു ലൂസിൽ വേണം ഇതായി കിട്ടാൻ. അപ്പോൾ കുറച്ചും കൂടെ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കുറച്ച് ചുടുവെള്ളം നമ്മൾ മാറ്റി വെക്കുക. നമുക്കിനി വേണം എന്നുണ്ടെങ്കിൽ ആവശ്യത്തിനനുസരിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ കുറച്ചും കൂടെ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ എണ്ണയിൽ കുറച്ച് ഉപ്പിൻ്റെ അതൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ലാസ്റ്റ് നോക്കിയിട്ടാണ് ഉപ്പിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ആ വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും ചേർത്തതിന് ശേഷം ഒരു കളർ വരാനായിട്ടാണ് അത് ചെയ്യണത് കേട്ടോ. അപ്പോൾ കുറച്ച് ഉപ്പ് നോക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ട് ഇനി നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള പൊരിച്ച ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് നോക്കി ഇട്ട് കൊടുക്കട്ടെ. കുറച്ചും കൂടി ആവശ്യം വന്നിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു കളറായില്ലേ ഇപ്പോൾ ഇത്. ഇതിലേക്ക് കുറച്ച് ചുടുവെള്ളം കൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ പച്ചവെള്ളം ഒഴിക്കണ്ട, ചുടുവെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ. ഇനി നമുക്കിതിലേക്ക് പൊരിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം എല്ലാം ഒന്ന് മിക്സ് ചെയ്യുക. അപ്പം നമുക്ക് നന്നായി സിം ഫ്ലെയിമിലേക്ക് ആക്കി വെക്കുക കേട്ടോ. എല്ലാം മിക്സ് ചെയ്തതിന് ശേഷം ഒരു 3 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിക്കുക. ഇപ്പോൾ 3 മിനിറ്റ് ശേഷം എടുത്ത് നോക്കിയപ്പോൾ ഇതേ രീതിയിലായിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ് ഇതേപോലെ ഉണ്ടാക്കി കഴിച്ചാൽ. ചിലർക്ക് ഈ ചില്ലി ചിക്കൻ അങ്ങനെയൊക്കെ ഇഷ്ടപ്പെടാത്ത ഒരു തരം ഉണ്ടാവും, മധുരത്തിനോട് അധികം താല്പര്യമില്ലാത്തത്. അപ്പോൾ ഇതേപോലെ ഉണ്ടാക്കിയെടുത്താൽ അടിപൊളി ടേസ്റ്റിലാണ്
ടേസ്റ്റിലാണ് ഇത് കിട്ടുക. അപ്പോൾ മറക്കാതെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇപ്പോൾ പിന്നെ നെയ്ച്ചോറിൻ്റെ കൂടെയും ബാക്കി പത്തിരി, പൊറോട്ട, ചപ്പാത്തി ഇവയെ കൂടെയൊക്കെ കഴിക്കാൻ, വെള്ളപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ വളരെ ടേസ്റ്റാണ്. ഇനി ഫ്ലെയിം ഓഫാക്കിയിട്ട് നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ അടിപൊളി ടേസ്റ്റോട് കൂടിയിട്ടുള്ള വെറൈറ്റി ചിക്കൻ റെസിപ്പി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ മറക്കാതെ ഉണ്ടാക്കി നോക്കുക. ഇനി നല്ല റെസിപ്പിയുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.